ഫ്രണ്ട്സ്, ഏവർക്കും കാർ കെയർ മല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വാഹനം ഉള്ളവരും ഓടിക്കുന്നവരും തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. ഇക്കഴിഞ്ഞ ദിവസം വടകരയിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറിന് തീ പിടിച്ചു. വാഹനം പൂർണ്ണമായി കത്തി നശിച്ചു. ഭാഗ്യത്തിന് ആളപായമൊന്നും സംഭവിച്ചില്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്കും ഇത്തരമൊരു അവസ്ഥ വരാം. എന്തുകൊണ്ടാണ് വാഹനങ്ങൾ തീ പിടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 90% ഷോർട്ട് സർക്യൂട്ട് വരുന്നത് ലോക്കൽ എക്സ്ട്രാ ഫിറ്റിംഗ്സ് വാഹനങ്ങളിൽ ഫിക്സ് ചെയ്യുന്നത് കൊണ്ടാണ്. കഴിവതും പുതിയ വാഹനങ്ങൾ എടുക്കുമ്പോൾ ഷോറൂമിൽ നിന്ന് തന്നെ ആക്സറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വെളിയിൽ നിന്നും ആക്സറൈസ് ചെയ്തിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഇൻഷുറൻസ് ക്ലെയിമിനെ അത് പ്രതികൂലമായി ബാധിക്കും. ഷോറൂമുകാരും കൈമലർത്തും. ഇന്ന് ഓൺലൈനിൽ നിന്ന് ധാരാളം ആക്സറൈസ് ലഭിക്കും. അത് തനിയെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കരുത്. അല്ലെങ്കിൽ ഏതെങ്കിലും മെക്കാനിക്കലെ സമീപിക്കുക. വാഹനത്തിന്റെ ഓയിൽ കുറഞ്ഞാലും എഞ്ചിൻ ഓവർ ഹീറ്റ് ആകും. അതുകൊണ്ട് വാഹനത്തിന്റെ ഓയിൽ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ അളവിലുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാഹനത്തിന്റെ കൂളിംഗ് സിസ്റ്റം തകരാറിലായെങ്കിലും വാഹനം ഓവർ ഹീറ്റ് ആകും. ഉദാഹരണത്തിന് റേഡിയേറ്ററിലേക്ക് പൈപ്പ് ലൈൻ അടഞ്ഞിരിക്കുക, കൂളന്റ് വാട്ടർ ഇല്ലാതിരിക്കുക തുടങ്ങിയവ. റേഡിയേറ്ററിന്റെ ഫാൻ വർക്ക് ചെയ്തില്ലെങ്കിലും വണ്ടി ഹീറ്റ് ആകും. വാഹനം ഓടിക്കുമ്പോൾ ടെമ്പറേച്ചർ ഗേജ് ശ്രദ്ധിക്കുക. പഴയ വാഹനത്തിന് അനലോഗ് മീറ്ററും പുതിയതിന് ഡിജിറ്റൽ മീറ്ററുമാണ് ഉള്ളത്. ടെമ്പറേച്ചർ ഗേജിന്റെ പകുതി വരെ നോർമൽ ആണ്. അതിൽ കൂടുതലായാൽ വാഹനം നിർത്തി പരിശോധിക്കണം. നമ്മൾ വാഹനത്തെ കുറിച്ച് അറിയാവുന്നവർ എന്തെങ്കിലും ഫീസ് പോയിട്ടുണ്ടെങ്കിൽ അത് എക്സ്ട്രാ ഫീസ് എടുത്ത് കുത്തിവെക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ സെയിം ഗേജ് ഫീസ് കുത്താൻ ശ്രദ്ധിക്കണം. തുടർച്ചയായി ഫീസ് പോകുന്നുണ്ടെങ്കിൽ ഒരു മെക്കാനിക്കലെ കാണിച്ച് ആ തകരാർ ശരിയാക്കണം. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.